ഹായ്, നമ്മളിന്നേ ജിലേബിയാണ് കേട്ടോ തയ്യാറാക്കണേ. അതിന് വേണ്ടി ഒരു 3-4 മണിക്കൂർ ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തു. അധികം വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ, അങ്ങനെ ലൂസാവാൻ പാടില്ല മാവ്. അതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ പൊടിയും 1 ടീസ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്തു. പിന്നെ കുറച്ച് ഉപ്പാണ് ചേർക്കേണ്ടത്. അത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. വെള്ളം ഇനി ചേർക്കാനേ പാടില്ല കേട്ടോ, നന്നായി മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മഞ്ഞ ജിലേബി അല്ല, നമ്മൾ ചുവന്ന ജിലേബി ഇല്ലേ, അതാണ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഫുഡ് കളർ ചേർത്തു. അപ്പോൾ ഓറഞ്ച് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രോപ്പല്ല എൻ്റെ ഉണ്ടായിരുന്ന പൊടിയാണ്. അത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തു കേട്ടോ. നന്നായി മിക്സ് ചെയ്യണം, എല്ലായിടത്തും ആ കളറ് എത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഷുഗർ സിറപ്പാണ് തയ്യാറാക്കിയത്. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. അതിലേക്ക് വെള്ളം ഒഴിച്ചു. അത് അടുപ്പത്ത് വെച്ച് തിള വരുന്നതോടൊപ്പം തന്നെ നമ്മൾ 2 ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്തു ഇതിൽ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെ നന്നായി തിളയ്ക്കണം കേട്ടോ. അത് വെള്ളം കുറച്ച് വറ്റി വരണം. ഇങ്ങനെ ഒട്ടണ പരിവാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നാരങ്ങനീരാണ് ചേർത്തത്. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് അതവിടെ വെച്ച് ചൂടാറാനായിട്ട് പാടില്ല കേട്ടോ അധികം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട്, പൈപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ പഞ്ചസാരയുടെ കവറിൻ്റെ സൈഡ് കീറിയിട്ട് അങ്ങനെയാണ് ഇത് തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ അത് കവർ പൊടിച്ചതിന് ശേഷം അതിലേക്ക് നിറച്ചിട്ട് അതിൻ്റെ തുമ്പ് ഒന്ന് പൊട്ടിച്ചെടുത്ത് കത്തിരിട്ടുണ്ട്. അതിനത് പിന്നെ എണ്ണ ചൂടായതിന് ശേഷം നന്നായി എണ്ണ ഇങ്ങനെ തിളയ്ക്കണ പോലെ ആവരുത് കേട്ടോ, അപ്പോൾ അത് വേഗം കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഷേപ്പൊന്നാക്കി. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ അങ്ങനെ പതുക്കെ എല്ലാതും ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഉണ്ടാക്കിയതിന് ശേഷം അപ്പം തന്നെ ചൂട്ടോട് കൂടി തന്നെ നമ്മൾ ഈ സിറപ്പിലേക്ക് ഇടുകയാണ് ചെയ്തത് കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം സിറപ്പിലിട്ട് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അതാകെ പൊടിഞ്ഞു പോകും. 1 മിനിറ്റ് ഇട്ടാൽ മതി കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം. കണ്ടോ, പെർഫെക്റ്റായിട്ട് ടേസ്റ്റൊക്കെ ഉണ്ട്. അത്രയും വലിയ ഷേപ്പ് കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാലോ കേട്ടോ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.